Good morning. ഹായ് ഹലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുഞ്ഞിപ്പെണ്ണിനെ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടാവും, 3 months ഒക്കെ കംപ്ലീറ്റ് ആയി. കുറേ ആയിട്ട് വിചാരിക്കുകയാണ് അവൾ 1 yearലോട്ട് എന്താണ് കഴിക്കുന്നത്, അതായത് 3 times സ്നാക്സ്, അവളുടെ മീൽ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാൻ എന്ന് വിചാരിക്കുന്നു. 11 months കാണിച്ചതാണ്. അതിനുശേഷം എനിക്ക് കാണിക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. അവൾക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫുഡ് അങ്ങനത്തെ റൊട്ടീൻസ് ഒന്നുമില്ല. ഇപ്പോൾ 1 year കഴിഞ്ഞതിന് ശേഷം ഞാൻ മെയിൻലി ഞങ്ങളുടെ ഫുഡിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഫ്രൂട്ട്സ് ആയിട്ടും ഈവൻ ഞങ്ങളുടെ ഫുഡ് എന്തൊക്കെയാണ്, ഇഡ്ഡലിയാണോ ദോശയാണോ എന്താണെന്നുള്ളത്. പിന്നെ റാഗി മെയിനായിട്ട് ഞാൻ അവളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത്. എന്തായാലും ഞാൻ എന്തൊക്കെയാണ് അവളുടെ ഫുഡ് റൊട്ടീൻ എന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. സ്നാക്സ് എന്തൊക്കെയാണെന്നുള്ളത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ അവളെ ഫോഴ്സ് ചെയ്യുന്നില്ല. ഐ എം ഹാപ്പി ദാറ്റ് വാട്ട് ഷീ ഹാവ്. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താണ് മൈ 1 year old കിഡ് ഹാവ് ഇൻ എ ഡേ എന്നുള്ള ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം, മറക്കല്ലേ. വടി ഒക്കെ ചേഞ്ച് ചെയ്യാം, ഏറ്റല്ലേ അത് അച്ഛ. അപ്പോൾ രാവിലെ അവനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് അവളുടെ ഡയപ്പർ ചേഞ്ച് ഒക്കെ ചെയ്ത് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ബ്രഷൊക്കെ ചെയ്യാൻ കൊടുക്കുന്നതാണ്. സംടൈംസ് അവൾ ബ്രഷ് കയ്യിലിട്ട് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യാറ്. സപ്പോസ് അവൻ പോണതിന് മുമ്പ് എണീക്കുകയാണെങ്കിൽ അവൻ ഏട്ടൻ്റെ കൂടെ താഴെ ഡ്രോപ്പ് ചെയ്യാനൊക്കെ പോകും കേട്ടോ. ഇപ്പോൾ ദേ കളിക്കാൻ വേണ്ടി അച്ഛൻ വന്നിട്ടുണ്ട്. നോർമലി ഇല്ലെങ്കിൽ റൊട്ടീൻ എന്ന് പറയുന്നത് ഏട്ടൻ്റെ കൂടെ താഴെ പോവും, ഏട്ടൻ്റെ കൂടെ ഹോളിലൊക്കെ ഇരിക്കലാണ്. ഇപ്പം അച്ഛനുള്ളതുകൊണ്ട് പുറത്തൊക്കെ കളിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. അതാണ് മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നേരത്തെ എണീച്ചാൽ അവനെ അപ്പളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് താഴെ ഒരു റൗണ്ട്സ് നടക്കും. കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് ഒരു 8:30 9 o'clock ആകുമ്പോൾ ഫസ്റ്റ് മിൽക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ആദ്യം പാലാണ് കൊടുക്കുന്നത്. പശുവിൻ്റെ സാധാരണ പാല് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് ഹൽദി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനൊരു ചെറിയ ഈ കപ്പിനുള്ള അളവാണ് കേട്ടോ എടുക്കുന്നത്. ആക്ച്വലി നോർമൽ നമ്മുടെ കൗ മിൽക്ക് ഡയറക്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ മറ്റേ പാക്കറ്റ് മിൽക്കിലേക്ക് തന്നെയാണ് കൺവേർട്ട് ആയിരിക്കുന്നത്. അവന് ഞാൻ ഡയറക്റ്റ് മിൽക്കാണ് കൊടുത്തേക്കുന്നത്. നോക്കിക്കോട്ടെ, അപ്പോൾ അവളെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത് നോക്കിക്കോ. പാല് 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 ചാച്ചി ചാച്ചി പാൽ. അപ്പോ ഏട്ടനുള്ള സമയങ്ങളിലും ഇതുപോലെ തന്നെ അവൾ പാൽ കുപ്പി എടുത്തുകൊണ്ട് ഓടും സോഫയിലേക്ക്. വിളിച്ചു കഴിഞ്ഞാൽ അടുക്കളയിൽ വരും, കുടിച്ചു കഴിഞ്ഞാൽ നേരെ എൻ്റെ കയ്യിൽ കൊണ്ടുതരും കേട്ടോ. താങ്ക് യു, ഗുഡ് ജോബ്. ശരി, പാല്. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ഒരു 10-10:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. സാധാരണ ചിലപ്പോൾ ഇതിനിടയിൽ പാല് കഴിച്ച ഒരു ബ്രേക്കിൽ ചിലപ്പോൾ പഴം എന്ന് പറഞ്ഞ് വരാറുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴം. അപ്പോൾ ഇന്ന് പക്ഷേ അത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പഴം കഴിച്ചാൽ കുറച്ച് ഒരു ഇതാണല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പഴം കൊടുത്തില്ല. ഞങ്ങൾ നേരെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദോശ ബാറ്റർ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിലേക്ക് ബീട്രൂട്ട് അരച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ദോശയാക്കി കൊടുക്കുകയാണ്. ചില ദിവസങ്ങളിൽ ക്യാരറ്റ് ദോശ, ചില ദിവസങ്ങളിൽ നോർമൽ ദോശ, അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കാറ്. അല്ലെങ്കിൽ ഇഡ്ഡലി കൊടുക്കും. എന്താണ് ഉള്ളത് അത് ആദ്യം അവൾക്കത് കൊടുത്ത് ശീലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ബീട്രൂട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ദോശ ബാറ്ററിൽ ബീട്രൂട്ട് അരച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നല്ല ചൂടുള്ള പാനിൽ ചുട്ട് ചെറിയതായിട്ടാണ് കേട്ടോ, ചെറിയ ഗീ ആഡ് ചെയ്തിട്ട്, ഇത് ഹോം മെയ്ഡ് ഗീ ആണ്. ഗീ ആഡ് ചെയ്ത് ചെറിയ ദോശ കഷ്ണങ്ങളാക്കി, ചെറിയ കുട്ടി ദോശയാക്കി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കൊടുക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. പക്ഷെ ഞാനിവിടെ കാണിക്കുന്നതാണ് അവൾക്ക് എന്താണ് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി.
ഇപ്പോഴൊക്കെ അവൾക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. ചെയറിലിരുന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. സപ്പോസ് അവൾ ആ കാര്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ ഞാൻ അവൾക്ക് സെപ്പറേറ്റായിട്ട് കൊടുക്കാറുണ്ട്. ബട്ട് മോസ്റ്റ്ലി ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവൾ ചെയർ എന്ന് പറഞ്ഞ് വരും, കാണിച്ചു തരും. ആ ഹൈ ചെയർ ഇട്ട് ഞങ്ങളുടെ കൂടെ ഇരുത്തി കഴിപ്പിക്കാനാണ് ശ്രമിക്കാറ്. കുട്ടികൾ മെസ്സാക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഈ കൊടുക്കുന്നതൊന്നും കഴിക്കണമെന്നുമില്ല. കുട്ടി കുട്ടി മീൽസായിട്ട് കുറച്ചായി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ബനാന നാം തൊലിച്ചു തരാം തോച്ചയോ അമ്മല്ലോ. അറൗണ്ട് 11:30 ഒക്കെ ആകുമ്പോൾ അവളുടെ ഫേവറേറ്റ് ബനാന കൊടുക്കും കേട്ടോ. അതിന് ശേഷം ഞാൻ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷനാണ്. റൈസ് തന്നെയാണ് കൊടുക്കാറ്. അവൾക്ക് ഫേവറേറ്റ് എപ്പോഴും കേർഡ് റൈസ് തന്നെയാണ്. അതിൽ കുറച്ച് പൊട്ടറ്റോ ഗീയിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പൊട്ടറ്റോ ഫ്രൈ പോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തിരിക്കണം. ചെറിയ പീസാക്കി എടുത്തിരിക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാൻ റൈസിൻ്റെ കൂടെ കേർഡ് റൈസ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ വന്നിട്ട് അവൾക്ക് ഈ റൈസ് ഞാൻ ഏകദേശം ഒരു 1:30 ആകുമ്പോൾ, ഇപ്പോൾ അവൾക്കൊരു 1 ടൈം നാപ്പാണുള്ളത്. അപ്പോൾ ഒരു 1:30 ആകുമ്പോഴാണ് കൊടുക്കുന്നത്. ലഞ്ച് കഴിഞ്ഞ് ഒരു 2 to 3 hours ഒരു ഉറക്കമുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇത് കഴിഞ്ഞ് ഞാൻ കാണാതെ ചെയ്ത് കണ്ടോ. തൊലിയും തിന്നണ്ടാവുന്ന തോടുന്നു. പഴം തരില്ല എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പിടിച്ച് എന്നെ പറ്റിച്ച് അത് ഫുള്ള് കഴിച്ചതിന് ശേഷം ഞാൻ ആദ്യം വിചാരിച്ച പാല് കൊടുത്തിട്ട് പഴം വല്ലതും കൊടുക്കാമെന്നായിരുന്നു. പക്ഷെ അവൾ അതിനിടയിൽ പഴം കഴിച്ചിരുന്നു. പിന്നെ ഞാനൊരു സ്നാക്സ് എന്ന രീതിയിൽ അവൾക്ക് നേന്ത്രപ്പഴം മറ്റേ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് പഴുപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഓവനിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിനെ കട്ട് ചെയ്ത് ഗീയിൽ ടോസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നമ്മൾ ചെയ്യുന്ന ക്വാണ്ടിറ്റികൾ, എടുക്കുന്ന ക്വാണ്ടിറ്റി ഒന്നും ഫുള്ള് കഴിക്കണം എന്നില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാം ഫോഴ്സ് ചെയ്യരുത്. അതാണ് ടിപ്സ്. കുറച്ച് കഴിച്ചാലും മതിയാവും. പിന്നെ കുട്ടികൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചില കുട്ടികൾ കഴിച്ചാലും ശരീരത്ത് കാണില്ല. അപ്പോൾ അമ്മമാർ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ അവർ കുറച്ചെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഒരു 6 o'clock ഒക്കെ ആകുമ്പോഴേക്കും, 5:30 6 o'clock ആകുമ്പോഴേക്കും സ്നാക്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ 1-2 പീസ് ബനാനയൊക്കെ കഴിക്കുകയുള്ളൂ. ബനാനയുടെ ബെനിഫിറ്റ്സ് പറയുകയോ വേണ്ടല്ലോ. നല്ല വെയിറ്റ് ഗെയിനിന് സഹായിക്കുന്ന ഒരു ഇതാണ്. ഈവൻ ഗീ വീട്ടിലുണ്ടാക്കിയതാണ്. അതും നല്ല യൂസ്ഫുൾ തന്നെയായിരിക്കും വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നൈറ്റ് ഞാൻ ഒരു 8-8:30 ആകുമ്പോഴേക്കും ഡിന്നർ കൊടുക്കും. മാക്സിമം 8:30 ആണ്. അതിൽ ഞാനിപ്പോൾ റാഗിയും കുറച്ച് ബീട്രൂട്ട് അരച്ചതിൻ്റെ ആ പ്യൂരിയും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. ഒരു ടൈമെങ്കിലും ഞാൻ റാഗി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. കാരണം ഗുഡ് സോഴ്സ് ഓഫ് അയൺ, കാൽസ്യം, ഫൈബർ, വെയിറ്റ് ഗെയിൻ എല്ലാത്തിനും സഹായിക്കുന്നൊരു ഫുഡാണ് റാഗി. അപ്പോൾ ഈവൻ രാത്രി കുറച്ച് വിശപ്പും കുറവായിരിക്കും. അവൾ റാഗി കഴിക്കും. ഞാനതിൽ ഫ്രൂട്ട്സോ ക്യാരറ്റോ ബനാന ആപ്പിൾ അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ കുട്ടിയുടെ ഈ ഫുഡിൻ്റെ വ്ളോഗ്, അതായത് എന്താണ് വാട്ട് ഷീ ഈറ്റ്സ് ഇൻ എ ഡേ എന്നുള്ളൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഡിഫേഴ്സ് ചെയ്യും കേട്ടോ. ഡെയിലി വേറെ ഐറ്റംസ് മാറും. മോസ്റ്റ്ലി ഞാൻ വീട്ടിൽ എന്തുണ്ടാക്കുന്നു അതാണ് കൊടുക്കാൻ ശ്രമിക്കാറ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, ടേക്ക് കെയർ.